ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും മെക്ടെക്കിന്റെ പുതിയൊരു വീഡിയോ സ്വാഗതം. ഞാൻ കൃഷ്ണാസ്. അപ്പൊ നമ്മൾ വീഡിയോസ് ഇട്ടിട്ട് നല്ല ഗ്യാപ്പ് വന്നിട്ട് ഏകദേശം 1 മാസത്തോളമായിട്ട്. അപ്പൊ എനിക്ക് എക്സാമും ക്ലാസ്സൊക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ഇത്രയും വൈകിയത്. ഇനി നമ്മൾ അങ്ങോട്ട് പരമാവധി വേഗത്തിൽ തന്നെ ഇടാൻ ശ്രമിക്കാം. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പഴയ മോഡല് കുഴൽക്കിണറിന് വെള്ളം എടുക്കുന്ന വാട്ടർ പമ്പ് സിസ്റ്റം ഉണ്ട്, ഹാൻഡ് വാട്ടർ പമ്പ്. അപ്പൊ അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആ വീഡിയോ കിടക്കാം. അതിന് മുമ്പായിട്ട് എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൻ വേണ്ടി എനേബിൾ ചെയ്ത് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോ കിടക്കാം. അപ്പൊ ഫ്രണ്ട്സ്, നമുക്കപ്പോ ആദ്യം വേണ്ടത് ഇതുപോലെ 4 ഇഞ്ചിന്റെ 50 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള PVC പൈപ്പാണ്. പിന്നെ ഈ പൈപ്പിന്റെ ഉള്ളിലേക്ക് കൃത്യം കടക്കുന്ന അളവിലുള്ള ഒരു എൻഡ് ഗ്യാപ്പ് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ എടുത്തുള്ളത് 3 ഇഞ്ചിന്റെ എൻഡ് ഗ്യാപ്പാണ്. ഇനി നമുക്ക് ഈ എൻഡ് ഗ്യാപ്പിന്റെ റേഡിയസ് ഒന്ന് കൂട്ടണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലെ പൈപ്പിൽ നിന്നും ഒരു കഷ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ പൈപ്പിന്റെ ഒരു സൈഡ് ഇതുപോലെ ഓപ്പൺ ആക്കി കൊടുക്കുക. എന്നിട്ട് ഈ എൻഡ് ഗ്യാപ്പിന്റെ ചുറ്റുമായി ഈ പൈപ്പ് ഇതുപോലെ വെച്ച് നമുക്ക് ഫ്ലഷ് ക്യൂക്ക് വെച്ച് നന്നായി ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ എൻഡ് ഗ്യാപ്പായിട്ട് ആ പൈപ്പ് നന്നായി ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഒരു പ്രാവശ്യം കൂടി ഇതിന്റെ മുകളിൽ ഒട്ടിച്ചെടുക്കണം. ഓക്കെ, നമ്മൾ അങ്ങനെ അതെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഈ എൻഡ് ഗ്യാപ്പ് 4 ഇഞ്ചിന്റെ പൈപ്പിലേക്ക് വെച്ച് നോക്കാം. അപ്പോൾ കുറച്ച് സ്പേസും കൂടി കവർ ചെയ്യാനുണ്ട്. അപ്പൊ നമ്മൾ ആ ഭാഗത്തായിട്ട് നമ്മുടെ സൈക്കിളിന്റെ ട്യൂബാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ സൈക്കിളിന്റെ ട്യൂബ് നീളനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ട്യൂബ് എൻഡ് ഗ്യാപ്പിന്റെ ചുറ്റും ഇതുപോലെ ചുറ്റി ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് ഈ ഗ്ലൂ ഇതുപോലെ എൻഡ് ഗ്യാപ്പിന്റെ ഒരു സൈഡിൽ നീളനെ ആക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആ ട്യൂബിന്റെ ഒരറ്റം ഇതുമേലെ ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ അതിന്റെ അടിവശത്തായിട്ട് ഗ്ലൂ നന്നായി ആക്കി കൊടുക്കുക. എന്നിട്ട് ട്യൂബ് നന്നായി വലിച്ചൊട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ എൻഡ് ഗ്യാപ്പിന്റെ ചുറ്റും നന്നായി ട്യൂബ് ഒട്ടിച്ചെടുക്കുക. ഓക്കെ, നമ്മൾ അങ്ങനെ എൻഡ് ഗ്യാപ്പ് മേൽ ട്യൂബ് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് കളയാം. ഓക്കെ, അങ്ങനെ നമ്മുടെ വാട്ടർ പമ്പിന്റെ പിസ്റ്റൺ ഭാഗം ശരിയുണ്ട്. ഇനി നമുക്ക് എൻഡ് ഗ്യാപ്പിന്റെ സെന്ററിലായിട്ട് ഈ 1 ഇഞ്ച് പൈപ്പിന്റെ വട്ടത്തിനനുസരിച്ച് ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് എൻഡ് ഗ്യാപ്പിന്റെ 2 സൈഡിലായിട്ട് ചെറിയ വാൽവുകൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ അതിനായിട്ട് 2 ഹോളുകളും ഇട്ട് കൊടുക്കണം. അപ്പൊ നമ്മൾ ആദ്യം ആ വാൽവ് വയ്ക്കാനുള്ള 2 ചെറിയ ഹോളുകളാണ് ഇടുന്നത്. അപ്പൊ ഇതിൽ കാണുന്ന പോലെ യൂസ് ചെയ്ത് ആ എൻഡ് ഗ്യാപ്പിന്റെ സൈഡിലായിട്ട് ഒരു ഹോൾ ഇടുക. പിന്നെ അതിന്റെ എതിർ നേരെ വരുന്ന രീതിയിൽ തന്നെ മറ്റൊരു ഹോൾ ഇട്ട് കൊടുക്കുക. ഓക്കെ, നമ്മളങ്ങനെ വാൽവിനായിട്ട് 2 ഹോൾ ഇട്ട് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് അതിന്റെ സെന്ററിലായിട്ട് നമുക്ക് ആ പൈപ്പിന്റെ വട്ടത്തിനനുസരിച്ച് ഹോൾ ഇട്ട് കൊടുക്കാം. ഓക്കെ, നമ്മളങ്ങനെ വാൽവിനുള്ള ഹോളും പിന്നെ പൈപ്പ് കണക്ട് ചെയ്യാനുള്ള ഹോളും ശരിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ വാൽവുകൾ ശരിയാക്കണം. അപ്പോൾ അതിനായിട്ട് ട്യൂബിൽ നിന്നും ഈ ഷേപ്പ് 2 പീസ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൽ കാണുന്ന പോലെ ഈ ട്യൂബ് ആ ചെറിയ ഹോളിന്റെ മുകളിൽ ഇതുപോലെ വെക്കുക. എന്നിട്ട് അതിന്റെ ഒരു സൈഡ് ഇതുപോലെ ഓപ്പൺ ആവുന്ന രീതിയിൽ വേണം നമുക്കത് ഒട്ടിക്കാൻ. അപ്പോൾ ഇതുപോലെ തന്നെയാണ് മറ്റേ ചെറിയ ഹോളിന്റെ മുകളിലും ഈ ട്യൂബ് ഒട്ടിക്കേണ്ടത്. ഓക്കെ, നമുക്ക് ഒട്ടിക്കാം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ആ ചെറിയ ഹോളിന്റെ സൈഡിലായിട്ട് ഇതുപോലെ ഗ്ലൂ ആക്കി കൊടുക്കുക. എന്നിട്ട് അതിന്റെ മേലെ നമുക്ക് ഇനി ആ ട്യൂബ് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ആ ചെറിയ ഹോളിന്റെ മുകളിലും മറ്റേ ട്യൂബ് ഒട്ടിച്ചെടുക്കാം. ഓക്കെ, നമ്മൾ അങ്ങനെ 2 ട്യൂബ് ഒട്ടിച്ച് 2 വാൽവുകളും ശരിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എൻഡ് ഗ്യാപ്പിന്റെ സെന്ററിലായിട്ട് പൈപ്പ് ഫിറ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇവിടെ എടുത്തുള്ളത് 1 ഇഞ്ചിന്റെ 40 സെന്റിമീറ്റർ ലെങ്തിലുള്ള പൈപ്പാണ്. അപ്പൊ നമ്മൾ ഈ പൈപ്പിന്റെ അറ്റത്ത് ഈ പൈപ്പ് കടക്കുന്ന അളവിലുള്ള ഒരു പൈപ്പ് ചെറുതായി കടത്തി ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നേരെ ആ ഹോളിലേക്ക് കടത്താം. ഓക്കെ, നമ്മൾ ഇതുപോലെ പൈപ്പ് കടത്തിയതിനു ശേഷം അതിന്റെ അറ്റത്തായിട്ട് ഇതുപോലെ ഒരു ചെറിയ പൈപ്പ് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് ഗ്ലൂ വെച്ച് നന്നായി ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഒന്നും കൂടി ആ പൈപ്പ് എൻഡ് ഗ്യാപ്പായിട്ട് നന്നായി ഉറച്ചിരിക്കും. ഓക്കെ, നമ്മുടെ അങ്ങനെ വാട്ടർ പമ്പിലേക്ക് ആവശ്യമായ പിസ്റ്റൺ എല്ലാം വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വാട്ടർ പമ്പിന്റെ അടിയിലേക്ക് ആവശ്യമായ വാൽവ് മേക്ക് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ 4 ഇഞ്ച് പൈപ്പിന്റെ കൃത്യം വട്ടത്തിനനുസരിച്ച് മൾട്ടിവുഡിൽ നിന്നും ഒരു സർക്കിൾ കട്ട് ചെയ്തെടുക്കുക. പിന്നെ അതിന്റെ സെന്ററിലായിട്ട് ഇതുപോലെ ഇരുമ്പ് വാഷർ കടക്കുന്ന അളവിൽ ഒരു ഹോൾ ഇട്ട് കൊടുക്കുക.
ഇനി നമുക്ക് സൈക്കിൾ ട്യൂബിൽ നിന്നും ഈ ഷേപ്പിൽ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിന്റെ അറ്റത്ത് ഇതുപോലെ ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു ഇരുമ്പ് വാഷ് അതിന്റെ മുകളിലും പിന്നെ ഒരെണ്ണം അതിന്റെ താഴത്തുമായിട്ട് വെച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒരു ബോൾട്ട് വാഷറിന്റെ ഉള്ളിലൂടെ കടത്തി നെട്ടിട്ട് ഉറപ്പിക്കാം. ഇനി നമുക്ക് നേരെ മൾട്ടിവുഡ് മേൽ ഒട്ടിക്കാം. അപ്പോൾ അതിനായിട്ട് ഇതിൽ കാണുന്ന പോലെ തന്നെ മൾട്ടിവുഡിന്റെ മുകളിലായിട്ട് ഈ ട്യൂബ് അറേഞ്ച് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ ട്യൂബിന്റെ ഈ അറ്റം മൾട്ടിവുഡുമായിട്ട് ഗ്ലൂ വെച്ച് നന്നായി ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, നമ്മളങ്ങനെ മൾട്ടിവുഡും മേൽ വാൽവ് ശരിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മൾട്ടിവുഡ് ഇതിൽ കാണുന്ന പോലെ ആ പൈപ്പിന്റെ ഉള്ളിലേക്ക് കടത്തി വെക്കാം. അതിനുശേഷം നമുക്കിത് ഫ്ലഷ് ക്യൂബ് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. അതുകൂടാതെ ഗ്ലൂ ഗണ്ണ് വെച്ചും ലീക്ക് വരാത്ത രീതിയിൽ അതിന്റെ സൈഡെല്ലാം നന്നായി ഒട്ടിച്ചു കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് 2 ഇഞ്ചിന്റെ 30 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു പൈപ്പ് ആവശ്യമുണ്ട്. അപ്പോൾ ഈ പൈപ്പിന്റെ അറ്റ ഇതുപോലെ സ്ലോപ്പായി കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് ഈ പൈപ്പ് 4 ഇഞ്ച് പൈപ്പിന്റെ ഈ ഭാഗത്തായിട്ട് ഉറപ്പിക്കണം. അപ്പൊ അതിനായിട്ട് നമുക്ക് ആ ഭാഗത്തൊരു ഹോൾ ഇട്ട് കൊടുക്കാം. ഓക്കെ, നമ്മളങ്ങനെ ആ പൈപ്പ് ഹോൾ ഇട്ട് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് 2 ഇഞ്ചിന്റെ പൈപ്പ് ഈ ഹോളിലേക്ക് കടത്തി ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഈ 2 ഇഞ്ചിന്റെ പൈപ്പ് 4 ഇഞ്ച് പൈപ്പിന്റെ ഉള്ളിലേക്ക് കടക്കാൻ പാടില്ല. ഈ 4 ഇഞ്ച് പൈപ്പിന്റെ തിക്നെസ് തന്നെ കൃത്യം നിർത്തി ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അഥവാ 4 ഇഞ്ച് പൈപ്പിന്റെ ഉള്ളിലേക്ക് അത് നന്നായി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സാൻഡ് പേപ്പർ യൂസ് ചെയ്ത് വരച്ച് അത് ഒരേ ലെവലിലാക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ വെച്ചത് കൃത്യമായിട്ട് തന്നെയുണ്ട്. ഈ പൈപ്പിന്റെ ഉള്ളിലേക്കൊന്നും ഒരു ഭാഗവും കടന്നിട്ടില്ല. ഇനി നമുക്ക് നേരെ ആ പിസ്റ്റൺ ഈ പൈപ്പിന്റെ ഉള്ളിലേക്ക് കടത്താം. അപ്പോൾ അങ്ങനെ കടത്തിയതിനു ശേഷം നമുക്ക് ഇനി 4 ഇഞ്ചിന്റെ എൻഡ് ക്യാപ്പ് ആവശ്യമുണ്ട്. പിന്നെ ഈ പൈപ്പ് കടക്കുന്ന രീതിയിൽ ആ എൻഡ് ക്യാപ്പിന്റെ സെന്ററിൽ ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇവിടെ 4 ഇഞ്ചിന്റെ എൻഡ് ക്യാപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിന്റെ സെന്ററിലായിട്ട് ആ ഹോൾ ഇടാം. ഓക്കെ, നമ്മൾ അങ്ങനെ എൻഡ് ക്യാപ്പിന്റെ സെന്ററിൽ ആ ഹോൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എൻഡ് ക്യാപ്പ് ഈ പൈപ്പ് മേലേക്ക് ഫിറ്റ് ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ ഈ പൈപ്പിന്റെ അടിഭാഗത്തായിട്ട് നമുക്കൊരു റെഡ്യൂസർ ആവശ്യമുണ്ട്. അപ്പൊ നമ്മൾ റെഡ്യൂസർ ഇവിടെ ഉണ്ടാക്കാണ് ചെയ്യുന്നത്. അപ്പൊ അതിനായിട്ട് നമ്മൾ ഇതുപോലെ 4 ഇഞ്ചിന്റെ എൻഡ് ക്യാപ്പിന്റെ സെന്ററിലായിട്ട് ഇതുപോലെ ഒരു ഹോൾ ഇട്ടുണ്ട്. എന്നിട്ട് ആ ഹോളിലേക്ക് കടക്കുന്ന കൃത്യ അളവിലുള്ള പൈപ്പ് നമ്മൾ ഇതുപോലെ ഉള്ളിലേക്ക് കടത്തി കൊടുക്കുക. എന്നിട്ട് അത് നന്നായി ഒട്ടിച്ചു കൊടുക്കുക. ഓക്കെ, നമ്മൾ അങ്ങനെ റെഡ്യൂസർ മേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് നേരെ ഇത് ആ പൈപ്പിലേക്ക് ഫിറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മൾ ഈ 1 ഇഞ്ച് പൈപ്പിന്റെ അറ്റത്തായിട്ട് ഇതുപോലെ 2 ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മേൽ ഹാൻഡിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡ് ഘടിപ്പിക്കണം. അപ്പോൾ നമ്മൾ ഈ പൈപ്പിന്റെ ഈ അറ്റത്തായിട്ടാണ് നമ്മൾ ആ സ്റ്റാൻഡ് ഘടിപ്പിക്കുന്നത്. അപ്പൊ അതിനായിട്ട് നമുക്ക് സ്റ്റാൻഡ് മേക്കാം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ചെറിയ പട്ടികയുടെ സെന്ററിൽ നിന്നും നേരെ ഒരു പട്ടിക ഫിറ്റ് ചെയ്തെടുക്കുക. പിന്നെ ആ പട്ടികയുടെ അറ്റത്ത് നിന്നും ഇതുപോലെ 2 പട്ടിക മുകളിലേക്കായിട്ട് ഫിറ്റ് ചെയ്യുക. പിന്നെ അതിന്റെ അറ്റത്തായിട്ട് ഇതുപോലെ 2 ഹോൾ ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് ആ പൈപ്പ് മേൽ ഉറപ്പിക്കണം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ 4 ഇഞ്ച് പൈപ്പിൽ നിന്ന് ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഈ സ്റ്റാൻഡിന്റെ ഈ അറ്റത്തായിട്ട് നമുക്ക് പൈപ്പ് ഉറപ്പിക്കാം. ഓക്കെ, നമ്മൾ അങ്ങനെ പൈപ്പായിട്ട് ആ സ്റ്റാൻഡ് ഉറപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്റ്റാൻഡ് നേരെ പമ്പിന്റെ അറ്റത്തായിട്ട് ഉറപ്പിക്കാം. ഓക്കെ, നമ്മുടെ സ്റ്റാൻഡ് നന്നായി ഉറച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് ഹാൻഡിൽ ഘടിപ്പിക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലെ ഒരു പട്ടിക എടുത്തിട്ട് ഇതിൽ കാണുന്ന പോലെ തന്നെ 2 ഹോൾ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് നേരെ ഈ 2 പട്ടികയുടെ ഇടയിൽ ഈ പട്ടിക വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഹോളിലൂടെ സിലിണ്ടർ ഷേപ്പിലുള്ള വുഡ് കടത്തേക്ക് അല്ലെങ്കിൽ നെട്ടും ബോൾട്ട് ഇട്ട് ഉറപ്പിക്കാം. അതിനുശേഷം നമുക്ക് ഈ പൈപ്പുമായിട്ട് ഈ പട്ടികയുടെ അറ്റത്തെ ഹോളുമായിട്ട് കൂട്ടിക്കെട്ടാം. ഓക്കെ, ഇനി നമുക്ക് വാട്ടർ പമ്പ് നിലത്തുറപ്പിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡ് ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത പോലെ തന്നെ 4 ഇഞ്ചിന്റെ പൈപ്പ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതുപോലെ പൈപ്പിന്റെ കഷ്ണം തന്നെ വളച്ചെടുത്ത് അതിന്റെ അറ്റത്ത് 2 ഹോൾ ഇട്ട് എൽ ഷേപ്പിലുള്ള 2 ക്ലാമ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്ലാമ്പുകൾ ഇതിൽ കാണുന്ന പോലെ തന്നെ വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ ക്ലാമ്പുകൾ ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ഇനി വേണ്ടത് ഇതുപോലെ ഒരു പട്ടികയാണ്. അപ്പൊ ഈ പട്ടികയുടെ അറ്റം ഒന്ന് കൂർപ്പിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് നമുക്ക് നിലത്തടിച്ചുറപ്പിക്കാനാണ്. ഇനി നമുക്ക് ഈ പട്ടികയുമായി ഈ പൈപ്പ് ഇതുപോലെ സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കാം. ഓക്കെ, അങ്ങനെ വുഡായിട്ട് നമ്മൾ ആ പൈപ്പ് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ആ വാട്ടർ പമ്പിന്റെ അടിഭാഗത്തായിട്ട് ഫിറ്റ് ചെയ്യാം.
ഇപ്പോൾ ഇതുപോലെ വാട്ടർ പമ്പിന്റെ അടിഭാഗത്തായിട്ട് പൈപ്പ് കടത്തുക. എന്നിട്ട് ആ ക്ലാമ്പിന്റെ ഉള്ളിലൂടെ ഒരു ബോൾട്ട് ഇട്ട് നെട്ടിട്ട് നന്നായി ഉറപ്പിക്കുക. ഓക്കെ, നമ്മൾ അങ്ങനെ വാട്ടർ പമ്പിന്റെ എല്ലാ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു സ്ഥലത്ത് സെറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ അങ്ങനെ വാട്ടർ പമ്പ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമ്മൾ വാട്ടർ പമ്പിന്റെ അടിയിലെ റെഡ്യൂസറിൽ നിന്നും ഒരു പൈപ്പ് കണക്ട് ചെയ്യുക. എന്നിട്ട് ആ പൈപ്പിന്റെ അറ്റത്ത് ഒരു ഫുട് വാൽവ് കണക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് അത് ആ കിണറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ ഈ ഹാൻഡിലെ സ്റ്റാൻഡുമായിട്ട് ഇതുപോലെ ഒരു വലിയ പട്ടി അടിച്ച് ഒരു സപ്പോർട്ട് കൊടുക്കുക. ഓക്കെ, നമുക്ക് ഇനി വാട്ടർ പമ്പ് വർക്ക് ചെയ്ത് നോക്കാം. പിന്നെ നമ്മുടെ വാട്ടർ പമ്പിൽ വെള്ളം പമ്പ് ചെയ്യുന്ന പ്രോസസ്സ് എങ്ങനെയാന്ന് പറഞ്ഞുതരാം. അപ്പൊ നമ്മുടെ വാട്ടർ പമ്പിന്റെ ഉള്ളിലത്തെ പിസ്റ്റൺ മുകളിലേക്ക് ഉയർത്തുമ്പോൾ ഈ പൈപ്പിന്റെ ഉള്ളിൽ മർദ്ദം കുറവായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ താഴെ വെച്ചിട്ടുള്ള വാൽവിന്റെ അടിഭാഗം മർദ്ദം കൂടുതലായിരിക്കും. അപ്പൊ സ്വാഭാവികമായി മർദ്ദം കൂടിയ സ്ഥലത്ത് നിന്നും മർദ്ദം കുറഞ്ഞ സ്ഥലത്തേക്ക് വെള്ളം ഒഴുകും. അതുകൊണ്ട് തന്നെ നമ്മൾ താഴെ വെച്ചിട്ടുള്ള വാൽവ് ഓപ്പൺ ആവുകയും മർദ്ദം കൂടിയ സ്ഥലത്ത് നിന്നും വെള്ളം മുകളിലേക്ക് ഉയരുകയും ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെ പിസ്റ്റൺ നമ്മൾ നേരെ താഴ്ത്തുമ്പോൾ താഴത്തെ വാൽവ് അടയുകയും ആ പിസ്റ്റന്റെ വാൽവിന്റെ ഇടയിൽ മർദ്ദം കൂടുന്നത് കൊണ്ട് തന്നെ പിസ്റ്റണിലത്തെ വാൽവുകൾ ഓപ്പൺ ആയി പിസ്റ്റന്റെ മുകളിലേക്ക് വെള്ളം ഉയരുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ വാട്ടർ പമ്പ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുണ്ടാക്കിയ വാട്ടർ പമ്പ് വർക്ക് ചെയ്യുന്ന വീഡിയോ ഉണ്ടല്ലേ. അപ്പോൾ വാട്ടർ പമ്പ് അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ വീട്ടിൽ കറണ്ട് ഇല്ലെങ്കിൽ തന്നെ ഈ വാട്ടർ പമ്പ് യൂസ് ചെയ്ത് കണക്ട് ചെയ്യുന്ന വെള്ളം പമ്പ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത്രയും പവർഫുൾ ആണ് ഈ വാട്ടർ പമ്പ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുള്ളൂ. അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.